ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്നേക്ക് 66-ാമത്തെ ദിവസം. ഇന്ന് 7-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നതും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതും തുടർന്ന് അതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം പാടി സമർപ്പിക്കുന്നതും. ആദ്യം ശ്ലോകം ഭഗവാൻ ത്രിഗുണാത്മകമായ സ്ഥൂലമായ ആ വിരാട് പുരുഷ സ്വരൂപം സ്വീകരിച്ചു. പിന്നീട് സത്വരജസ്തമോ ഗുണങ്ങൾ, അതിൽ സത്വത്തെയും രജസ്സിനെയും ചേർന്ന ബ്രഹ്മാവിൻ്റെ സ്വരൂപം സ്വീകരിച്ചു. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമാണ് ഈ ദശകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂൽസ്ഫീതരജോ വികാര വികസന്നാനാസിസൃക്ഷാരസ. ഭാഗവതോപാസന നാരായണീയ നിർമ്മിതിക്ക് കാരണമായി പട്ടേരിപ്പാടിന് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം ആണ് ഈ 7-ാമത്തെ ദശകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദേവ
ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ സ്വയം തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ധാതാ ജാത അസി യം അഖിലത്രൈലോക്യജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി യ സ്ഫീതരജോ വികാര വികസൻ നാനാസിസൃക്ഷാരസഃ അഭൂത്. ഇവിടെ ഭഗവാനെ ദേവ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ ഉള്ള വിരാട് പുരുഷനായും സത്വം രജസ് എന്നീ 2 ഗുണങ്ങൾ മാത്രമുള്ള ബ്രഹ്മാവായും സത്വഗുണം മാത്രം നിറഞ്ഞു നിൽക്കുന്ന വൈകുണ്ഠമൂർത്തിയായും നിർഗുണ ബ്രഹ്മമായും ക്രീഡിക്കുന്ന അല്ലെങ്കിൽ ലീലയാടുന്ന ഭഗവാനെ ദിവ് എന്ന ധാതു ദേവ ശബ്ദത്തിൽ ക്രീഡ എന്നാണ് ഈ ദിവ് എന്ന ധാതുവിൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ജീവന്റെ സ്ഥിതി ശിരസിലാണെന്നും അതേപോലെ തന്നെ ആ വിരാട് പുരുഷന്റെ ജീവസ്ഥാനം വഹിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് വിരാട് പുരുഷന്റെ ആ ശിരസിൽ തന്നെയാണ്, ആ സത്യലോകത്തിലാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും അഖണ്ഡ സമഷ്ടി രൂപനാണ് ബ്രഹ്മാവ്. അപ്പൊ ഇങ്ങനെ ഏവം ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ, ഭഗവാനെ അവിടുന്ന് 14 ലോകങ്ങളുടെ രൂപത്തിൽ വിരാട് പുരുഷനായി പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് പുനഃ വീണ്ടും സ്വയം തസ്യ ഊർധ്വം സ്വേച്ഛയാൽ തൻ്റെ ഇച്ഛ കൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഖലു സത്യലോക നിലയേ ധാതാ ജാത അസി, സത്യലോകത്തിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മാവായി ധാതാവായി സൃഷ്ടികർത്താവായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. യം അഖിലത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി, ഈ ബ്രഹ്മാവിനെ 3 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ 3 ലോകം അല്ലെങ്കിൽ 14 ലോകവും ചേർന്ന വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭൻ സ്ഫീത രജോവികാര വികസൻ, രജോഗുണം വർദ്ധിച്ചിട്ട് നാനാസിസൃക്ഷാരസഃ അഭൂത്, പലതരത്തിലുള്ള സൃഷ്ടി നടത്താൻ ആഗ്രഹമുള്ളവനായിട്ട് മാറി എന്ന് പറയുന്നു. അപ്പോൾ താഴെയുള്ള 7 ലോകങ്ങൾ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം, പിന്നെ ഭൂമി, മുകളിലുള്ള 6 ലോകങ്ങൾ. ഈ താഴെയുള്ള 7 ലോകങ്ങളെ പാതാളമെന്നും ഭൂമി അടക്കം അപ്പം 2ആയി, പിന്നെ മുകളിലുള്ളതിനെ സ്വർഗമെന്നും പറയുമ്പോൾ ത്രൈലോക്യം എന്ന് പറയുന്നു. സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാവും, രജോ ഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിവാസന കൂടും, തമോ ഗുണം അജ്ഞാനസ്വരൂപമാണ്. അപ്പൊ രജോ ഗുണത്തിന്റെ വർധനവ് ബ്രഹ്മാവിനെ സൃഷ്ടിയിൽ പ്രേരിപ്പിച്ചു എന്നും പറയുന്നു. ഇപ്പം ഇവിടെ ബ്രഹ്മാവ് എങ്ങനെയാണ്, അത് ശില്പശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹംസവാഹനനായി, ഹംസത്തിൻ്റെ പുറത്ത് 4 മുഖങ്ങൾ, നാൻമുഖൻ എന്ന് ബ്രഹ്മാവിന് പേരുണ്ട്. പൊന്നിൻ്റെ നിറമാണത്രേ. വസ്ത്രമോ ശ്വേതാംബരം, വെളുത്ത വസ്ത്രം, തൂങ്ങിയ കാത്, നീണ്ട മീശ, വളരെ സൗമ്യമായിട്ടുള്ള ഭാവം, 4 കയ്യ്, കുറച്ച് വീർത്തതായിട്ടുള്ള വയറ്, ഉത്തരീയം, പൂണൂല്, യോഗാസനത്തിലിരിക്കണു, ജടാമകുടം, ചുവന്ന കണ്ണ്, കൈകളിൽ വരമുദ്ര, ജപമാല, കമണ്ഡലു, സ്രുവം, ഗ്രന്ഥം, ഇതൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ സ്വരൂപം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ആദ്യത്തെ ശ്ലോകം ഇന്ന് സമർപ്പിക്കുന്നു. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോദ്ധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം
യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത് സ്ഫീതരജോ വികാരവികസൻ നാനാസുസൃക്ഷാരസ. നാരായണ 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 ശ്രീവാസുദേവ. 14 ലോകത്തിലും നിറഞ്ഞു നിന്നൊരാ ദേവൻ സത്യലോകസ്ഥാനത്തിങ്കൽ ബ്രഹ്മദേവനായി ഹിരണ്യഗർഭനെന്നോരാ വിശ്വരൂപ ജീവാത്മാവിൽ രജോ ഗുണം വർദ്ധിച്ചല്ലോ സൃഷ്ടി നടത്താൻ. നാരായണ 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 നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.